ഹായ് ഗൈസ്, വെൽക്കം ടു അൺഫിൽറ്റർഡ് ട്രാക്സ്. ഇവിടെ ഫിൽറ്റർ ഇല്ല, നേരിട്ട് അഭിപ്രായങ്ങൾ മാത്രം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുതിയ മലയാളം ഹൊറർ കോമഡി സിനിമ പ്രകമ്പനത്തെ കുറിച്ചാണ്. പേര് കേട്ട വലിയ ഹൊറർ സിനിമയാണെന്ന് തോന്നുന്നു, പക്ഷെ ശരിക്കും പ്രകമ്പനം തിയേറ്ററിൽ പ്രകമ്പനം ഉണ്ടാക്കുന്നുണ്ടോ? സ്റ്റോറി, ക്രാക്സ് ആൻഡ് ക്രൂ, പെർഫോമൻസ്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എല്ലാം അൺഫിൽറ്റേർഡ് ആയിട്ട് നമ്മളിവിടെ പറയാം. ഓക്കെ, വെൽക്കം ടു ദ വീഡിയോ. പേര് പോലെ തന്നെ ഇതൊരു മലയാളം ഹൊറർ കോമഡി മൂവിയാണ്. വിജേഷ് പാണത്തൂർ സംവിധാനം ചെയ്ത് ശ്രീഹരി വടക്കൻ തിരക്കഥ ചെയ്തിട്ടുള്ള സിനിമയാണ് ഇത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള അഭിനയ ഗണപതി, സാഗ സൂര്യ, അല്ലമീൻ, മല്ലിക സുകുമാരൻ എന്നിവരാണ് ഇതിൽ മെയിൻ ആയിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ബിപിൻ അശോക്, BGM ശങ്കർ ശർമ്മ, സിനിമാറ്റോഗ്രാഫി ആൽബിൻ ആന്റണി, എഡിറ്റിംഗ് സൂരജ് ES. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ മെയിനായിട്ട് 3 സുഹൃത്തുക്കളെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. സിദ്ധു, പുണ്യാളൻ, ശങ്കരൻ. ഹോസ്റ്റൽ ലൈഫ്, യൂത്ത്, വൈബ്, ഫൺ മൊമെന്റ്സ് എല്ലാം നോർമലായി പോകുമ്പോൾ ഒരു സൂപ്പർ നാച്ചുറൽ ട്വിസ്റ്റ് സംഭവിക്കുന്നു. സിദ്ധുവിന്റെ അമ്മൂമ്മയുടെ ആത്മാവ് കഥയുടെ മെയിൻ ടേണിംഗ് പോയിന്റ്. ഒരു അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷനിൽ പുണ്യാളൻ ആ ആത്മാവിന്റെ ഇൻഫ്ലുവൻസ് ആകുന്നു. അതിനുശേഷം വരുന്ന ചാവോസാണ് ഈ സിനിമയുടെ കോർ. ഇവിടെ ഹൊറർ എലമെന്റ്സ് ഉണ്ടെങ്കിലും സിനിമ കൂടുതലായി ഫോക്കസ് ചെയ്യുന്ന കോമഡിയിലാണ്. പൊസഷൻ സീൻസ് കോമഡിയായി മാറുന്നുണ്ട്. സീരിയസ് ഹൊറർ എക്സ്പെക്ട് ചെയ്താൽ ഡിസപ്പോയിന്റഡ് ഉണ്ടാവും. സ്റ്റോറി പ്രഡിക്റ്റബിൾ ആണ്. ട്വിസ്റ്റ് ഉണ്ടെങ്കിലും ഷോക്കിംഗ് ലെവലായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. ബട്ട് തിയേറ്ററിൽ ഓഡിയൻസ് റെസ്പോൺസ് കിട്ടുന്ന ചില കോമഡി മൊമെന്റ്സ് ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ട്. ക്രൂവിനെ പറ്റി പറയുകയാണെങ്കിൽ ഗണപതി നാച്ചുറൽ പെർഫോമൻസ് ആണ്. ഒരു ഹോസ്റ്റൽ ബോയ് കോളേജ് വൈബില് ക്യാരക്ടർ അൺബിലീവബിൾ ആയിട്ട് പുള്ളി അവതരിപ്പിച്ചിട്ടുണ്ട്. സാഗ സൂര്യ അടിപൊളിയാണ്. പുള്ളി സിനിമയുടെ ഹൈലൈറ്റ് ആണ്. കോമിക് ടൈമിങ്, സോളിഡ് ആയിട്ടുള്ള പൊസഷൻ സീനിൽ അദ്ദേഹം എക്സ്പ്രഷൻസ് അടിപൊളിയാണ്. അല്ലമീൻ സപ്പോർട്ടിംഗ് റോളിലാണ്, പക്ഷെ ഡീസന്റ് പെർഫോമൻസ് ആണ്. പുള്ളിയെ അറിയാലോ, നമ്മുടെ കുഡൂസ് മീഡിയക്കകത്ത് പുള്ളി ഒരു രക്ഷയില്ലാത്ത അഭിനയമാണ്. ഗ്രൂപ്പിലായിട്ട് അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലെവലൊക്കെ നല്ല രീതിയിൽ കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. മല്ലിക സുകുമാരൻ അറിയാലോ, പൃഥ്വിരാജിന്റെ അമ്മച്ചി, ഗ്രാൻഡ് മദർ ക്യാരക്ടർ സിനിമയിലെ ബാക്ക് ബോൺ ആണ് പുള്ളിക്കാരുടെ പ്രസൻസ് അടിപൊളി. അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട്. സപ്പോർട്ടിംഗ് കാസ്റ്റ് മുഴുവൻ കഥ സ്മൂത്ത് ആയി കൊണ്ടുപോകുന്നുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് പറയുവാണെങ്കിൽ സിനിമാറ്റോഗ്രാഫി ഡീസന്റ്. ഹൊറർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റിംഗ് ഉപയോഗിച്ചിട്ടുണ്ട്, എല്ലാം അടിപൊളി. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സീൻസിൽ നല്ല ബിൽഡപ്പ് ഉണ്ടാക്കുന്നുണ്ട്. എഡിറ്റിംഗ് കുറച്ച് ടൈറ്റർ ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫ് കൂടുതൽ എൻഗേജിങ് ആയത്. ഓവറോൾ ടെക്നിക്കൽ സൈഡ് ആവറേജ് ടു ഗുഡ് റേഞ്ചിലാണ്. ഓക്കെ, അടിപൊളിയാണ്. പക്ഷെ എന്നാലും എനിക്ക് തോന്നിയ ഒരു കുറച്ച് പോസിറ്റീവ്സും കുറച്ച് നെഗറ്റീവ്സും നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാൻ നോക്കൂ. ഇതിൽ പോസിറ്റീവ്സ് എന്ന് പറയുമ്പോൾ കോമഡി സീൻസ് തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യൂത്തിന്റെ ഓഡിയൻസിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹോസ്റ്റലിലൊക്കെ നിന്നിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു വൈബ് പിടിച്ച് പടം പോകാൻ പറ്റും. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ കാണാൻ വേണ്ടി പെർഫെക്റ്റ് ലൈറ്റ് എന്റർടൈനർ ആണ്. പിന്നെ ലീഡ് റോളിലുള്ള ആക്ടേഴ്സ് അടിപൊളി പെർഫോമൻസ് ആണ്. നെഗറ്റീവ്സ് എന്ന് പറയുമ്പോഴത്തേനും സ്ട്രോങ് ഹൊറർ ഫീൽ ഇല്ല. ഒരു ഹൊറർ മൂവി എന്ന് പറഞ്ഞൊരു ജേണലിൽ നമുക്ക് പോയി കാണാൻ പറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ അവർ പറയുന്നത് അത് തന്നെയാണ്, അല്ലാതെ ഒരുപാട് നെഗറ്റീവായിട്ട് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സ്റ്റോറി പ്രഡിക്റ്റബിൾ ആയി തോന്നി ഇടയ്ക്കൊക്കെ. പിന്നെ എമോഷണൽ ഒരു ഡെപ്ത് കുറവായിട്ട് ഫീൽ ചെയ്തു. അമ്മ മകൻ അവരുടെയൊക്കെ ഒരു ഡെപ്തിലോട്ട് ഇറങ്ങി ചെല്ലാൻ പടം കുറച്ചേ ഉള്ളൂ. പിന്നെ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ക്ലൈമാക്സിൽ കൂടുതൽ കുറച്ചുകൂടെ പവർഫുൾ ആയിരിക്കാമെന്നൊന്നും തോന്നിപ്പോന്നു. എന്നാലും പടം ഓക്കെയാണ്. അൺഫിൽറ്റേർഡ് ട്രാക്സിന്റെ ഒരു വെഡിക്റ്റ് പറയുകയാണെങ്കിൽ പ്രകമ്പന ഒരു വൺ ടൈം ബാച്ച് ഹൊറർ കോമഡിയാണ്. സീരിയസ് ഹൊറർ സിനിമ പ്രതീക്ഷിച്ചു പോയാൽ ഡിസപ്പോയിന്റഡ് ഉണ്ടാകും. ഫൺ തിയേറ്റർ വൈബ് എക്സ്പെക്ട് ചെയ്ത് പോയാൽ തീർച്ചയായും എൻജോയ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു റേറ്റിംഗ് പറയുകയാണെങ്കിൽ 3 out of 5 ഉണ്ടാവും. എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയെന്ന് താഴെ കമന്റ് പറയൂ, നമുക്ക് നോക്കാം. ഓക്കെ, ബൈ.